SSC CGL എക്സാമിന്റെ ഭാഗമായി മാത്സിന്റെ സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തു വരികയായിരുന്നു. ഓൾറെഡി നമ്മൾ 2 ഭാഗങ്ങൾ ചെയ്തു, 2 പാർട്ട് വീഡിയോസ് ചെയ്തു. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻസിന്റെ ഐഡിയാസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അതിന്റെ ഷോർട്ട് ട്രിക്സും അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ എളുപ്പമാക്കണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് 36 സെക്കൻഡുകളിൽ എങ്ങനെ ആ ഒരു ആൻസർ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്സിന്റെ അടുത്തൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. If the price of petrol increases by 25%, if the price of petrol increases by 25%, then by how much percentage must user reduces their consumption so that the expenditure remains unchanged? Question വായിച്ചു, ഐഡിയ കിട്ടി. നോക്കി, 25 പെട്ടെന്ന് ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 25% എന്ന് പറഞ്ഞാൽ 1/4 ഇൻക്രീസ് ആണ് പറയുന്നത്. ഇൻക്രീസ് ആണ്. അപ്പോ കൂടുക എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എന്ത് ചെയ്യണം? കുറയണം. എങ്ങനെ? കൂടിയിട്ട് കുറയണം. അതായത് 1 by ഡിനോമിനേറ്ററിൽ 1 + 4 എന്ന് വെച്ചാൽ എന്താ? 1/5 കുറയണം. 1/5 എന്ന് വെച്ചാൽ എന്താ? 20% ഡിക്രീസ്. ആൻസർ 20% ഡിക്രീസ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ആൻസർ കിട്ടി, പക്ഷേ ഈ ഒരു മെത്തേഡ് പലർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തരാം. നോക്കി, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ബൈ 25%, ഇവിടെ അപ്പൊ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? പ്രൈസ് ഉണ്ട്, അതേപോലെ കൺസംഷൻ ഉണ്ട്, ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഒരു ഇക്വേഷൻ ആയിരിക്കണം നമ്മുടെ മൈൻഡിൽ എല്ലാം വരുന്നത്. എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംഷൻ. അതായത് ചിലവാക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ തുകയുടെയും നമ്മൾ കൺസ്യൂം ചെയ്ത, നമ്മൾ എത്ര ഉപയോഗിച്ചോ അതിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ത്? എക്സ്പെൻഡിച്ചർ, നമ്മൾ ചിലവാക്കിയത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ബൈ 25%, പെട്രോളിന്റെ പ്രൈസ് വില എന്ത് കൂടി? 25% കൂടി. By how much percentage must a user reduce their consumption? യൂസർ എന്ത് ചെയ്യണം? കൺസംഷൻ കുറയ്ക്കണം. എന്തിനാണ് കൺസംഷൻ കുറയ്ക്കുന്നത്? സോ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ, ചിലവ് എന്താക്കി നിർത്താൻ, റിമെയിൻ അൺചേഞ്ച്ഡ്. അതായത് ചിലവാക്കുന്ന തുക മാറരുത്. ഇപ്പൊ 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഞാൻ ഒരു മാസം എന്റെ ബൈക്കിന് പെട്രോൾ അടിക്കാൻ ചിലവാക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഈ എല്ലാ മാസവും എനിക്ക് ആ പെട്രോളിന്റെ പ്രൊവിഷൻ 1000 രൂപയാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് ചിലവാക്കാൻ പറ്റില്ല, ചിലവാക്കില്ല ഞാൻ. അപ്പോൾ എന്ത് ചെയ്യണം? പെട്രോളിന്റെ പ്രൈസ് കൂടിയാൽ ഞാൻ എന്ത് കുറയ്ക്കണം? ഞാൻ എന്റെ ഉപയോഗം കുറയ്ക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ 10 ലിറ്റർ പെട്രോൾ ഞാൻ അടിക്കുമെങ്കിൽ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് കൂടി. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ ചിലവാക്കുന്നത് കുറയ്ക്കണം. ഇപ്പൊ എനിക്ക് 10 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല, 9 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 8 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റൂ. ഇങ്ങനെയാണ് എന്ത് ഈ ക്വസ്റ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗം കുറയരുത്. എക്സ്പെൻഡിച്ചറിന്റെ ഭാഗം സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ കുറയും, പ്രൈസ് കുറയുമ്പോൾ കൺസംഷൻ കൂടും. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? അതായത് പ്രൈസിന്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസംഷൻ ആണ്. ഇത്രയും അറിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കി, 25% എന്ന് വെച്ചാൽ എന്താ? 1/4 അല്ലേ? 1/4 ആണല്ലോ. നോക്കിയേ, പ്രൈസിന് അപ്പൊ എന്ത് മാറ്റം വരുന്നത്? 4 ആയിരുന്നത് ഒന്നുകൂടി എന്തായി? 5. അല്ലെങ്കിൽ 100 ആയിരുന്നത് 25% കൂടി 125. ക്യാൻസൽ ചെയ്യുമ്പോൾ 25 കട്ട് ചെയ്യുമ്പോൾ 4:5 തന്നെ വരുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, റേഷ്യോ തന്നെ പോകണം. അപ്പോ കൺസംഷൻ എന്ത് മാറ്റം വരും? നേരെ തിരിയും. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ 4:5 ആയിരുന്നു, എന്താവും? 5:4 ആകും. ഇത്രേ ഉള്ളൂ. ആൻസർ കിട്ടി. നോക്കിയേ, അപ്പോൾ എന്താ സംഭവിച്ചത്? 5 യൂണിറ്റ് കൺസ്യൂം ചെയ്തെടുത്ത് ഇപ്പൊ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റൂ? 4 യൂണിറ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? വിലയിൽ മാറ്റം വന്നതുകൊണ്ട്, എക്സ്പെൻഡിച്ചർ മാറ്റം വരുത്താൻ പറ്റാത്തത് കൊണ്ട്. എത്ര കുറഞ്ഞു? 1 യൂണിറ്റ് കുറഞ്ഞു. എത്രയാണ് 1 യൂണിറ്റ് കുറഞ്ഞത്? 5. ഇപ്പൊ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ? ഇൻറ്റു 100%. അപ്പൊ എന്താ കിട്ടുന്നത്? 20 × 1 20%. ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ട്രിക്ക് ആണ് ഞാൻ പറഞ്ഞത്. 25% കൂടി, അതായത് 1/4 കൂടി. ഇങ്ങനെ കൂടുന്ന കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ ന്യൂമറേറ്റർ അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യുക. 4+1 എന്താ? അതുകൊണ്ട് ഡിനോമിനേറ്റർ അല്ല 5. 1/5 എന്ത് ചെയ്യണം? കുറയണം. 1/5 എത്ര ശതമാനം? 20% കുറയണം. എന്ത് കുറയണം? കൺസംഷൻ കുറയണം. ഇനി 1/4 ഡിക്രീസ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ, അപ്പുറത്ത് എന്താവണം? 1/, കുറച്ചിട്ട് കൂട്ടണം. അത്രേ ഉള്ളൂ. 4 - 1 എന്താ? 3. എത്ര കൂടി? 1/3 കൂടി. ഇത്രേ ഉള്ളൂ.
സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇത്രയും ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. ഈ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഈ സം ഓഫ് മണി ഡബിൾസ് ഇറ്റ്സെൽഫ് ഇൻ 6 years. അതായത് ഒരു പ്രിൻസിപ്പൽ, ഒന്നായിരുന്ന പ്രിൻസിപ്പൽ എന്തായി 6 വർഷം കൊണ്ട് 2 ആയി. 6 years, 6 വർഷം കൊണ്ട് 2 ആയി. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 4 times? ഒന്നായിരുന്നു എന്താവണം? 4 ആവണം. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, പ്രിൻസിപ്പൽ ദാ 1, എമൗണ്ട് എന്താ? ഇരട്ടി 2. ഓക്കെ, ക്ലിയർ ആണോ? എത്രയാ അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ്? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ അല്ലേ ഇൻട്രസ്റ്റ്? അതല്ലോ 2 - 1 അല്ലേ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എത്രയാ? 1. ഒരു ഇൻട്രസ്റ്റ് കൂടാൻ എത്ര വർഷം എടുത്തു? 6 വർഷം. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാ? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ 4 - 1 3. അപ്പൊ 3 ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടി എത്ര വർഷം എടുക്കണം? ഒരു വർഷം. ഒരു യൂണിറ്റ് കൂടാൻ 6 വർഷമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിന്, ഒരു യൂണിറ്റ് ഇൻട്രസ്റ്റിന് 6 വർഷമാണെങ്കിൽ 3 യൂണിറ്റ് എത്രയാ? 3 × 6. 3 × 6 എത്രയാ? 18 വർഷം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി ആൻസർ ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് കൂടാൻ എത്ര വർഷം കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് അനുപാതമായി 3, 4, 5 വർഷം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു വർഷത്തെ വർഷം കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ആൻസർ അല്ലേ? 18 years ആൻസർ. ഓക്കെ, ഇപ്പൊ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് റേഷ്യോ must wheat at 32 rupees per kg be mixed with wheat at rupees 40 per kg to get a mixture worth 35 per kilo? പെട്ടെന്ന് നമുക്ക് ചെയ്യാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 32 കിലോയുടെ 32 per kilo. 1 കിലോയ്ക്ക് 32 രൂപയുടെ ഒരു വെറൈറ്റി, പിന്നെ ഇതാ 40 രൂപയ്ക്ക് അടുത്തൊരു വെറൈറ്റി. 35 മിക്സ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ്? വാട്ട് ഈസ് ദ റേഷ്യോ? ഈ ഏത് റേഷ്യോയിലാണ് ഈ രണ്ട് വീറ്റും മിക്സ് ചെയ്യേണ്ടത്? വേറെ ഒന്നുമില്ല, അലിഗേറ്റ് ചെയ്താൽ മതി. മിക്സറുടെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യാം. 35 മൈനസ് 35 മൈനസ് 32 3, 40 മൈനസ് 35 5. 5:3 റേഷ്യോയിലാണ് നമുക്ക് മിക്സ് ചെയ്യാൻ. ആൻസർ ഉണ്ട് 3:5 അല്ല ആൻസർ. തെറ്റിക്കരുത്, 5:3 ആയിരിക്കും ആൻസർ. എന്താ എടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി മാത്രം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. 32 per kg ഉള്ള 1 കിലോയ്ക്ക് 32 രൂപയുള്ള ഗോതമ്പ് വീറ്റിന്റെ ഒരു വെറൈറ്റി. ആ വെറൈറ്റി നമുക്ക് എ എന്ന് വിളിക്കാം. എ എന്ന് പറയുന്ന വെറൈറ്റി ഓഫ് ഗോതമ്പിന് 32 രൂപയാണ് 1 കിലോയ്ക്കും. ഇനി ബി മിക്സ്ഡ് വിത്ത് വീറ്റ് ഓഫ് അല്ലെങ്കിൽ വീറ്റ് അറ്റ് 40 per kg. ആ ഗോതമ്പിനെ ഏതുമായിട്ട് മിക്സ് ചെയ്യണം? 40 രൂപ 1 കിലോയ്ക്ക് 40 രൂപയുള്ള അടുത്തൊരു വീറ്റിന്റെ വെറൈറ്റി ആയിട്ട് മിക്സ് ചെയ്യണം. ഒരു കിലോ 32 രൂപ എയുടെ വെറൈറ്റി, 1 കിലോ 40 രൂപ അടുത്ത വെറൈറ്റി. ഇത് രണ്ടും മിക്സ് ചെയ്യണം. ക്ലിയർ ആണോ? മിക്സ് ചെയ്യണം. എന്തിനാ മിക്സ് ചെയ്യുന്നത്? പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കാൻ. സി എന്ന് പറയുന്ന പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കി. ആ സി എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? 32, 35 per kg. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോ, അതായത് 32 എത്ര കിലോ എടുക്കണം, അല്ലെങ്കിൽ 40 എത്ര റേഷ്യോയിലാണ് ഈ വെയിറ്റ് അല്ലെങ്കിൽ ഈ ഗോതമ്പ് എടുക്കേണ്ടത്? ഈ 35 രൂപ per kg ഈ മിക്സർ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടി എത്ര റേഷ്യോയിലാണ് നമ്മൾ ഗോതമ്പ് എടുക്കേണ്ടത്? രണ്ട് വെറൈറ്റിയും. ഇതാണ് ക്വസ്റ്റ്യൻ. അലിഗേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ചെയ്യുക. എന്താ? 32 എയുടെ വെറൈറ്റി, 40 ബിയുടെ വെറൈറ്റി കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്കാണ്? 35 കിലോയ്ക്ക് 35 രൂപയ്ക്ക് വിൽക്കണം. എന്താ ചെയ്യേണ്ടത്? വളരെയും ചേർത്ത് കുറയ്ക്കാം. 35 മൈനസ് 32 3. ഡയറക്ട്ലി കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ഇനി 40 മൈനസ് 35 5. അപ്പൊ എന്താ നമ്മുടെ വെറൈറ്റി? ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്? 5:3 വെറൈറ്റി. ക്ലിയർ ആണോ? ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഇതിന് ആൻസർ നമുക്ക് കിട്ടി, ഡയറക്റ്റ് കിട്ടി. ചില ക്വസ്റ്റ്യൻസിൽ ഈ ഒരു പാർട്ട് എന്തിയാകും, അതായത് ഈ മിക്സ്ചർ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത് എന്ന് ചോദിക്കും. ക്ലിയർ ആണോ? ഇവിടുന്ന് കുറച്ചെടുത്തു, അവിടുന്ന് കുറച്ചെടുത്തു. ഈ രണ്ടിടത്തു നിന്നും എടുത്തത് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്, ആ മിക്സ്ചർ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത് എന്ന് ചോദിക്കും. ഈ റേഷ്യോ തന്നിരിക്കും ഓൾറെഡി. അപ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത്? വെയിറ്റഡ് ആവറേജിന്റെ മോഡലാണ് അപ്പോൾ ചെയ്യേണ്ടത്. 32 × 5 32 × 5 പ്ലസ് 40 × 3 40 × 3 ഡിവൈഡഡ് ബൈ നമ്പർ 5 + 3 5 + 3. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. നോക്കി, 32 × 5 എന്താ? 160 പ്ലസ് 40 × 3 120 ഡിവൈഡഡ് ബൈ 8. 8ഉം 160 കൂടെ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20. ഇനി 8ഉം 120 കൂടെ കട്ട് ചെയ്യുമ്പോഴോ 15. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 20 + 15 35. അത് തന്നെ ഒന്നില്ലേ? 35 വെയിറ്റഡ് ആവറേജ് ആണ്. ഇനിയിപ്പോ മിക്സ്ചറിന്റെ തുക തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ കുറെ പേർക്കുള്ള ഒരു ഡൗട്ട് ആണ്, എന്ത് വാല്യൂ ആണ് താഴെ വരുന്നത്? നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു വാല്യൂ എഴുതി, ഇവിടെ ഒരു വാല്യൂ എഴുതി, നടുക്ക് എന്തായി? അതിന്റെ കമ്പൈൻഡ് വാല്യൂ എഴുതി. ഈ താഴെ എന്താ വരുന്നത് എന്നുള്ളത് പലർക്കും ഡൗട്ടാ.
ഈ മൂന്നിടത്തും ഒരേ ക്വാണ്ടിറ്റി തന്നെ വരും. ഇവിടെ എന്താ വന്നേ, 1 കിലോ വീറ്റിന്റെ ഒരു വെറൈറ്റിയുടെ വില, 1 കിലോ വീറ്റിന്റെ മറ്റൊരു വെറൈറ്റിയുടെ വില. ഇനി ഈ മിക്സ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ക്ലിയർ ആണോ? ഇവിടെ കോസ്റ്റ് പ്രൈസ് വന്നാൽ ഇവിടെയും കോസ്റ്റ് പ്രൈസ്, ഇവിടെയും കോസ്റ്റ് പ്രൈസ്. ഇനി ഇവിടെ സെല്ലിംഗ് പ്രൈസ് വന്നാൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ്, ഇവിടെയും സെല്ലിംഗ് പ്രൈസ്. ഈ രീതിയിൽ മാത്രമേ ഈ മൂന്നെടുത്ത് വരൂ. പക്ഷെ ഈ താഴെ വരുന്നത് എന്താണെന്നുള്ളത് പലർക്കും ഇപ്പോഴും എന്താ ഡൗട്ട് ആയിട്ട് കിടക്കുന്ന ഒരു പോർഷനാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ ആ ഡീറ്റെയിൽ നമുക്ക് പറയാം. നിങ്ങൾക്കിപ്പോ എക്സാമിന് യൂസ് ആവും. ഈ ക്വസ്റ്റ്യൻ തന്നെ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. നോക്കിയില്ലേ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പറയുകയാണെങ്കിൽ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് ഓർ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. ഇതാണല്ലോ നമ്മൾ പറയുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ്. അപ്പൊ നോക്കി, അപ്പൊ എന്ത് വരും ഈ അടിയിൽ, ഈ ഒരു സ്ഥലത്ത് എന്ത് വരും? കോസ്റ്റ് പ്രൈസ് വരും. എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ കിടക്കുന്ന എന്താണോ അത് വരും, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കി സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിലാണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ താഴെ എന്ത് വരും? ആ ഡിനോമിനേറ്റർ കിടക്കുന്നത് ടൈം വരും. ഇനി ആവറേജ് ആണെങ്കിൽ ആവറേജിന്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ എന്ത്? ടോട്ടൽ നമ്പർ. എത്ര നമ്പർ ഉണ്ട്? അപ്പൊ താഴെ എന്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്റർ കിടക്കുന്ന നമ്പർ വരും. ഇനി ഇൻട്രസ്റ്റ് പെർസെന്റേജ് ആണെങ്കിലോ, ഇൻട്രസ്റ്റ് പലിശ എന്ന് വെച്ചാൽ എന്താ? ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പിൾ ഇൻറ്റു 100% അല്ലേ? അപ്പൊ താഴെ എന്ത് വരും? ആ ഡിനോമിനേറ്റർ കിടന്ന പ്രിൻസിപ്പിൾ വരും. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ഡിനോമിനേറ്റർ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുത്തെ വാല്യൂസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം. ക്ലിയർ ആണ്? ഡിനോമിനേറ്റർ കിടക്കുന്നതായിരിക്കും 95% താഴെ വരിക. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഓൾജിബ്രയിൽ ഒരു നല്ല ക്വസ്റ്റ്യൻ. x + 1/x = 3. അങ്ങനെയാണെങ്കിൽ x³ + 1/x³ എത്രയാണ്? x + 1/x = 3 ആണെങ്കിൽ x³ + 1/x³. അത് വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇക്വേഷൻ ഞാൻ എഴുതാം. if x + 1/x = k, then x³ + 1/x³ = k³ - 3k. k³ - 3k. ഇത്രയേ ഉള്ളൂ. ഇവിടെ k എന്ന് വെച്ചാൽ എന്താ? ഈ 3 ആണ് ഇവിടെ k. 3³ - 3 × 3. 3³ എന്ന് വെച്ചാൽ എന്താ? 27 - 9. 27 - 9 എന്ത് വരും? 18. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ക്യൂബ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ 3 × 3 അല്ലെങ്കിൽ ഇവിടെ എന്ത് വാല്യൂ വരുന്നോ അത് മൈനസ് ചെയ്ത് നോക്കുക, അപ്പോഴേ കിട്ടും. പക്ഷേ സ്ക്വയറിന്റെ കേസിൽ x + 1/x = k ആണെങ്കിൽ x² + 1/x². ഈ കേസിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ പെട്ടെന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി അടുത്തൊരു ഇക്വേഷൻ കൂടെ ഞാൻ പറയാം. if x - 1/x = k, then x³ - 1/x³ എന്താ? k³ + 3k. അപ്പൊ ഈ ഇക്വേഷനോടെ ഇതുമായിട്ട് ബേസ് ചെയ്ത് ഇതും വരാം. പഠിച്ചു വെക്കുക. x + 1/x ന്റെ എല്ലാ ഇക്വേഷൻസും, സ്ക്വയറിന്റെ ഉണ്ട്, ക്യൂബിന്റെ ഉണ്ട്, ആ എല്ലാ മാറ്റങ്ങളും ഇനി x + 1/x എന്നാൽ x - 1/x ഇതിന്റെ എല്ലാം ഒന്ന് നോക്കി വെക്കുക, ആവശ്യമുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബോട്ടം സ്ട്രീമിലെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചേ. A boat traveled 12 km downstream in 2 hours and 12 km upstream in 3 hours. ഡൗൺസ്ട്രീമിലേക്കും അപ്സ്ട്രീമിലേക്കും ട്രാവൽ ചെയ്യുന്ന കഥ ഇവിടെ പറയുക. 12 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും 12 കിലോമീറ്റർ അപ്സ്ട്രീമും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം, അതിലൊന്നും വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ സ്ട്രീം, നദിയുടെ സ്പീഡ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് എന്ന് വെച്ചാൽ എന്താ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അത്രേ ഉള്ളൂ. ഡൗൺ സ്ട്രീമിന് എത്ര ഡിസ്റ്റൻസ് പോയി? 12 കിലോമീറ്റർ. എത്ര സമയം എടുത്തു? 2 മണിക്കൂർ. അപ്പൊ ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാ? 6 km/h. ഇനി അപ്സ്ട്രീം സ്പീഡോ 12 കിലോമീറ്റർ അപ്സ്ട്രീം പോയി എത്ര സമയം എടുത്തു? 3 മണിക്കൂർ. എത്ര വരും? 12/3 4 km/h. ഓക്കെ, അപ്പൊ ഡൗൺ സ്ട്രീമിലേക്കുള്ള സ്പീഡും അപ്സ്ട്രീമിലേക്കുള്ള സ്പീഡ് കിട്ടി. ഇനി എന്താ? സ്ട്രീമിന്റെ സ്പീഡ് അല്ലേ വേണ്ടത്? എന്താ ഇക്വേഷൻ? ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. അത്രേ ഉള്ളൂ. ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര? ഇവിടെ 6 മൈനസ് അപ്സ്ട്രീം സ്പീഡ് 4 ആണ്, ബൈ 2. 6 - 4 എത്ര? 2/2. എന്ത് വരും? 1 km/h. അത്രേ ഉള്ളൂ. ആൻസർ താഴെ. സ്പീഡ് ഓഫ് സ്ട്രീമിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ബൈ 2. ഇനി സ്പീഡ് ഓഫ് ബോട്ടോ
സ്പീഡ് ഓഫ് ബോട്ട്, നേരെ ഇവിടെ എന്ത് ചെയ്യുക, ഒരു അഡീഷൻ കൊടുക്കുക, പ്ലസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. ഈ കണ്ടീഷനാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഏതാ? 6 + 4/2. 6 + 4 എന്താ? 10/2. എത്രയാ? 5 km/h. ഓപ്ഷൻ തെറ്റിക്കരുത്, ഇക്വേഷൻ മറക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഈ ബോട്ടിന്റെ സ്പീഡും ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇക്വേഷൻ മറന്നു പോകരുത്. സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. ബോട്ടിന്റെ സ്പീഡോ? ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം നോക്കി, വാക്കിംഗ് 3/4 of his usual speed. A man reaches his office 20 minutes late. Find his usual time. Find his usual time. Find his usual time. Okay, നോക്കിയേ. 3/4 usual speed 4/3 ആവും. 3/4. Okay, 60 minutes ആണ് ആൻസർ വരുന്നത്. Okay, 60 minutes ആണ് ആൻസർ വരുന്നത്. Okay, എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയേ, ഒരാൾ വാക്കിംഗ് അറ്റ് 3/4 യൂഷ്വൽ സ്പീഡ്. യൂഷ്വൽ സ്പീഡിനെക്കാട്ടിൽ എന്ത് ചെയ്യുക? യൂഷ്വൽ സ്പീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ 3/4 സ്പീഡിലാണ് ഇപ്പൊ പോകുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ സ്പീഡിന്റെ നമുക്ക് എഴുതാം യൂഷ്വൽ സ്പീഡും ഇപ്പോഴത്തെ പുതിയ ന്യൂ സ്പീഡ്. ഓക്കെ, യൂഷ്വൽ സ്പീഡ് 4 ആയിരുന്നു എങ്കിൽ ഇപ്പൊ എത്രയാ പോകുന്നത്? 4 × 3/4. യൂഷ്വൽ സ്പീഡിന്റെ 3/4 ടൈംസ് ആണ് ഇപ്പൊ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എന്താ? 3 യൂണിറ്റ് സ്പീഡിലാണ് പോകുന്നത്. ക്ലിയർ ആണോ? മുമ്പേ 4 യൂണിറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എത്രയാ? 3 യൂണിറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി നോക്കി, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നോക്കി, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കല്ലേ പോകുന്നത്, അല്ലെങ്കിൽ സ്ഥിരം ഓഫീസിലേക്കല്ലേ പോകുന്നത്. അപ്പൊ ആണല്ലോ, ഇപ്പൊ ഡിസ്റ്റൻസ് സെയിം അല്ലേ? ഡിസ്റ്റൻസ്, ദൂരം സെയിം അല്ലേ? സെയിം അല്ലെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ദൂരം സെയിം ആയാൽ എന്താ? സ്പീഡിന്റെ റേഷ്യോ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഇത്രയേ ഉള്ളൂ. ആൻസർ കിട്ടി. ഇപ്പൊ സ്പീഡിന്റെ റേഷ്യോ എന്താ? 4:3. അപ്പൊ ടൈം എന്താ? നേരെ തിരിയും. 3:4. നോക്കി, 3-ൽ പൊക്കോണ്ടിരുന്ന, അല്ലെങ്കിൽ 3 സമയത്ത് എത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ 3 യൂണിറ്റ് ടൈമിൽ എത്തിക്കൊണ്ടിരുന്ന ആൾ ഇപ്പൊ എന്താ? 4 യൂണിറ്റ് ടൈം എടുക്കും. 1 യൂണിറ്റ് കൂടാൻ കാരണം ആരാ? സ്പീഡ് കുറഞ്ഞുകൊണ്ട്. സ്പീഡ് കുറഞ്ഞത് കൊണ്ടാണ് എന്ത്? 1 യൂണിറ്റ് കൂടുതൽ എടുക്കുന്നത്. ആ 1 യൂണിറ്റിന്റെ എത്രയാണ് വാല്യൂ? 1 യൂണിറ്റ് 20 മിനിറ്റ്. ആ 1 യൂണിറ്റിന് പുള്ളി കൊടുക്കേണ്ട വന്ന സമയം എത്ര? 20 മിനിറ്റ്. 1 യൂണിറ്റ് 20 മിനിറ്റ്. ആൻസർ ആയി. 4 യൂണിറ്റ് എത്രയാ? 4 യൂണിറ്റ് എത്ര വരും? 4 യൂണിറ്റ് 4 യൂണിറ്റോ എത്ര വരുന്നത്? അല്ലെങ്കിൽ എന്താണ് യൂഷ്വൽ ടൈം? യൂഷ്വൽ ട്രാവൽ അല്ലേ? അപ്പൊ 3 യൂണിറ്റ് അല്ലേ? 3 യൂണിറ്റ് ടൈം അല്ലേ യൂഷ്വലി എടുക്കുന്ന ടൈം? 3 യൂണിറ്റ് എത്രയാ? 20 × 3 എത്രയാ? 60 മിനിറ്റ്. യൂഷ്വലി 60 മിനിറ്റ്. ഇനി പുതിയ സമയം എന്താ? 20 × 4 80 മിനിറ്റ് എടുക്കും. പുതിയ സമയം 80 മിനിറ്റ്. 20 മിനിറ്റ് കൂടി 80 മിനിറ്റ് ആണ്. നമ്മുടെ ആൻസർ എന്താ? യൂഷ്വൽ ടൈം ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ? 60 മിനിറ്റ്. 60 മിനിറ്റ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. റേഷ്യോ ഇൻവേഴ്സ് ആയി ചേഞ്ച് ആവുമെന്ന് മാത്രം ഓർത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 2 trains 150 meter and 120 meter long are running in opposite direction on parallel tracks. If their speeds are 42 km/h and 30 km/h respectively, in what time will they cross each other? In what time will they cross each other? Okay, 180 plus 120 270 plus 72 into 18/5 13.5 seconds ആണ് ആൻസർ വരിക. നോക്കിയാൽ നമുക്ക് ഇനി നോക്കാം. 2 ട്രെയിൻ 1ഉം ട്രെയിൻ 2ഉം ഓപ്പോസിറ്റ് സൈഡ് പോയിക്കൊണ്ടിരിക്കുക. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടും, അടുത്ത ട്രെയിൻ എന്താ അവിടെ നിന്ന് ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡ് പോയിക്കൊണ്ടിരിക്കുക. ക്ലിയർ ആണോ? 2 പാരലൽ ട്രാക്കിന്റെ. ഇതിന്റെ എന്താ ദൂരം? 150 മീറ്ററും 120 മീറ്ററുമാണ് ഇതിന്റെ ദൂരം. ഓക്കെ, ഇതിന്റെ സ്പീഡ് ആർ 42 km/h 30 km/h ആണ് ഇവരുടെ സ്പീഡ്. ഓക്കെ, 150 മീറ്റർ ദൂരമുള്ള ട്രെയിനിന്റെ സ്പീഡ് 42 km/h, 120 മീറ്റർ ദൂരമുള്ള ട്രെയിനിന്റെ സ്പീഡ് 30 km/h ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വാട്ട് ടൈം വിൽ ദേ ക്രോസ് ഈച്ച് അതർ? അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഇവർ ക്രോസ് ചെയ്യുന്നത്? തമ്മിൽ എന്ത് പാസ് ചെയ്ത് പോകുന്നത്? ക്ലിയർ ആണോ? പാസ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ എന്താ നടക്കേണ്ടത്? നോക്കിയില്ലേ, ഇത് 150 മീറ്റർ ഉള്ള ട്രെയിൻ, ഇത് 120 മീറ്റർ ദൂരമുള്ള ട്രെയിൻ. ഇവിടെ ഇവര് മുഖാമുഖം കണ്ടു. ഒരു ട്രെയിൻ 1ന്റെയും ട്രെയിൻ 2ന്റെയും ഫേസ് ടു ഫേസ് നിൽക്കാം. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം. ക്ലിയർ ആണോ? ഇപ്പോൾ എന്ത് ചെയ്യും? 150 മീറ്റർ ഇങ്ങോട്ടും പോകണം, ഈ 120 മീറ്റർ ഇങ്ങോട്ടും പോകണം. ക്ലിയർ ആണല്ലോ? അപ്പം ടോട്ടൽ എത്ര ദൂരമാണ് ഇവർക്ക് തമ്മിൽ ഈ പാസ് ചെയ്യാൻ വേണ്ടി വേണ്ടത്? ഡിസ്റ്റൻസ് എത്രയാ? 150 പ്ലസ് 120 മീറ്റർ ഇങ്ങനെ പാസ് ചെയ്യണം. അപ്പൊ എത്രയാ? 270 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, സ്പീഡിന്റെ കേസ് നോക്കാം.
ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ലേ നമ്മുടെ ട്രെയിൻ പാസ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ലേ? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ രണ്ട് ബോഡീസ് തമ്മിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്റ്റീവ് ആവുന്ന സ്പീഡ് ഏതാ? റിലേറ്റീവ് സ്പീഡാണ് അവിടെ ആക്റ്റീവ് ആവുന്നത്. റിലേറ്റീവ് സ്പീഡ്. രണ്ട് ബോഡീസ് തമ്മിൽ മൂവ്മെന്റ് ആണെങ്കിൽ അവിടെ പിന്നെന്താ? റിലേറ്റീവ് സ്പീഡ് ആണോ? ഇൻഡിവിജ്വൽ സ്പീഡ് നമുക്ക് നോക്കാൻ പറ്റില്ല. ഓക്കെ, റിലേറ്റീവ് സ്പീഡ്. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോകുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാ? കൂടുകയോ കുറയോ? കൂടും. ആഡ് ചെയ്യണം. നോക്കി, നമ്മളിപ്പോ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാം. നമ്മളൊരു ബസ്സിൽ പോവാം. അപ്പൊ നമ്മളുടെ നേരെ, അതായത് നമ്മളുടെ കൂടെ തന്നെ ഒരു ബസ് ഇങ്ങനെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവാം. നോക്കി, അപ്പൊ ആ ബസ്സിൽ ഇരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഇങ്ങനെ കണ്ടുകൂടെ? നോക്കിയിടേ, എന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ബസ് പോകുന്നു, എല്ലാരെയും ഞാൻ ഇങ്ങനെ കണ്ടല്ലേ പോകുന്നത്? ആണല്ലോ. അത് സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ എന്താ? സ്പീഡ് കുറവാണ്. സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ സ്പീഡ് കുറവാണ്. ഇനി നോക്കിയേ, അടുത്തൊരു കണ്ടീഷൻ നോക്കിയേ, ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, എന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ബസ് പാസ് ചെയ്യുന്നു. അതിനകത്തിരിക്കുന്ന ആരെങ്കിലും നമുക്ക് ഈ ഒരു വേഗതയിൽ അല്ലെങ്കിൽ ഈ ഒരു എല്ലാരെയും കണ്ട സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ ഏകദേശം എല്ലാം നമുക്ക് പതുക്കെ കാണാം. അതേ കണക്ക് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ കാണാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് നമ്മൾ പാസ് ചെയ്ത് പോകും. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്താ? പ്ലസ് ആണ്. സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ മൈനസുമാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 42 km/h 30 km/h ആഡ് ചെയ്യുമ്പോൾ എന്താവും? 42 + 30 എത്രയാ വരുന്നേ? 72 km/h. ഡിസ്റ്റൻസും സ്പീഡും കിട്ടി. ഇനി എന്താ? ടൈം കൊണ്ടുപിടിക്കാം. ടൈം ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്താ? 270 ബൈ എന്ത്? 72. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. 72 എന്ന് പറയുന്നത് km/h ആണ്. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18. അതായത് വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റാൻ ന്യൂമറേറ്റർ ചെറുത്. നോക്കി, km/h നിന്നും മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ സംഭവിക്കുന്നത്? ന്യൂമറേറ്റർ ചെറുത്. ഈ 5/18 ആണെന്നുള്ളത് എല്ലാവർക്കും കിട്ടും. പക്ഷേ എന്താണെന്നുള്ളത് ചിലപ്പോൾ ആ ടെൻഷൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് എന്ത്? ന്യൂമറേറ്റർ ചെറുതായിരിക്കണം. ന്യൂമറേറ്റർ എന്താ? 5/18 ഏത് നമ്പറാ ചെറുത്? 5 അല്ലേ? ന്യൂമറേറ്റർ ചെറുതാക്കുക 5/18. ഇനി തിരിച്ചാണെങ്കിലോ, വലുതിലേക്ക് പോവാണെങ്കിലോ ന്യൂമറേറ്റർ വലുത് ഏതാ? 18/5. വലുത് 18/5. ഓക്കെ, നോക്കി, ഇൻറ്റു 5/18 കൊടുക്കണം. അപ്പൊ ഇതെന്താവും? 270/72 ഇൻറ്റു 18/5 ആകും. 18ഉം 72ഉം കട്ട് ചെയ്ത് പോവും. അപ്പൊ 4 കിട്ടും. പിന്നെ എന്താ കട്ടാവുന്നതാ? നമ്മുടെ 5ഉം 270 കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കിട്ടും? ഇവിടെ 5, 4. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ആൻസർ? 54/4. 54/4 എന്ത് കിട്ടും? 154/4. കറക്റ്റ് ആണോ? 5/18. ഓക്കെ, നോക്കി, ഒന്നുകൂടെ ചെയ്യാം. നോക്കി, ഇവിടെ എന്താ വന്നേ? 270/72. ഇത് പെട്ടെന്ന് ചെയ്യാം കേട്ടോ, അതുകൊണ്ട് ഞാൻ വായിച്ചു കേട്ടോ. ഇൻറ്റു 18/5 ആണ് വരുന്നത്. ഇത് രണ്ടുകൂടെ വെട്ടി ഇവിടെ എന്ത് വന്നു? 4 വന്നു. നോക്കി, 4 × 5 എന്താ? 20. അപ്പൊ 27/220 0 പോയി. 27/2 എന്ന് വെച്ചാൽ എന്താ? 13.5 സെക്കൻഡ്. അതുകൊണ്ടാണ് വായിച്ചു കേട്ടോ. 13.5 സെക്കൻഡ്സ്. ഇതാണ് എന്ത് എടുക്കുന്ന ടൈം. ഇത്രയും ഒന്നും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്യാവശ്യം റിവിഷൻ നടത്തി അത്യാവശ്യം കണ്ടന്റ് അറിയാവുന്നവർക്കാണെങ്കിൽ ഇത്രയും ഒന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. ആകെ അറിയേണ്ടത് ഏത് മാത്രമാണ്? ടോട്ടൽ ഡിസ്റ്റൻസ്. ഇത് രണ്ടിന്റെയും ടോട്ടൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ? ടോട്ടൽ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? റിലേറ്റീവ് സ്പീഡ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ? ഇത് രണ്ടുകൂടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. യൂണിറ്റ് മാത്രം ശ്രദ്ധിക്കുക. km/h ആണെങ്കിൽ മീറ്റർ/സെക്കൻഡ് ആക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. Find the total number of odd factors of 360. 360ന്റെ എല്ലാ ഓഡ് ഫാക്ടേഴ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. 360നെ ആദ്യം എന്ത് ചെയ്യുക? പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, 36 × 10 എഴുതാലോ. 36 എന്ന് വെച്ചാൽ എന്താ? 6 × 6 അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 9 × 4 അല്ലേ? ഇത് ഇൻറ്റു 10. 9 എന്ന് വെച്ചാൽ എന്താ? 3² ഇൻറ്റു 4 എന്ന് വെച്ചാൽ 2² ഇൻറ്റു 5 ഇൻറ്റു 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 2² 2 ക്യൂബ് 2 3 വട്ടം ഉണ്ട് ഇൻറ്റു 3² ഇൻറ്റു 5⁻1 കഴിഞ്ഞു. ഓഡ് ഫാക്ടേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈവൻ നമ്പർ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കുക. രണ്ടിന്റെ ഫാക്ടേഴ്സിനെ എല്ലാം ഒഴിവാക്കുക. പിന്നെ എന്തായാലും പ്രൈം നമ്പേഴ്സിൽ ഒരു ഈവൻ നമ്പർ വരില്ലല്ലോ. അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? പവർ +1. ഇതാണ് നമ്മളുടെ ഷോർട്ട് ട്രിക്ക്. പവർ +1 എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയേ, ബാക്കിയുള്ള നമ്പേഴ്സിന്റെ പവർ നോക്കിയേ 2 + 1 ഇൻറ്റു പവർ നോക്കിയേ 1
1 പ്ലസ് 1 2 പ്ലസ് 1 എന്താ 3 3 ഇൻറ്റു 2 എത്രയാണ് 6 6 ഓഡ് ഫാക്ടേഴ്സ് ആണ് 360 എന്ന് പറയുന്ന നമ്പറിനുള്ളത്. ഇനി ഈവൻ ഫാക്ടേഴ്സ് ചോദിച്ചാൽ എന്താ വേറെ ഒന്നും ചെയ്യണ്ട, ഈവൻ നമ്പറിനെ കൂടെ ആഡ് ചെയ്യുക, ഒരെണ്ണം കുറച്ചിട്ട് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരെണ്ണം കുറച്ചിട്ട് അങ്ങ് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻസർ ഉണ്ട് 6 ആണ് നമ്മുടെ ആൻസർ. മറന്നുപോയത് പവർ പ്ലസ് 1 എന്നിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, അടുത്തൊരു ക്വസ്റ്റ്യൻ അഡ്വാൻസ് മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, in a triangle ABC, the internal bisector of angle B and angle C meet at point O. If angle A is equal to 70 degree, then find BRC. Okay, simple question ആണ്. ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ജോമെട്രി എപ്പോൾ നിങ്ങൾ ചെയ്താലും എന്ത് ചെയ്യുക, ട്രയാങ്കിൾ ഇമ്പോർട്ടന്റ് ആണ്. ട്രയാങ്കിളിന്റെ പാർട്ട് വരയ്ക്കാം. എ ബി സി ഞാൻ കൊടുത്തു. ബിയുടെ ബൈസെക്ടർ, ഇനി സിയുടെ ബൈസെക്ടർ, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്ത് ആ പോയിന്റ് O ആണ്. എ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ് എങ്കിൽ ഈ ആംഗിൾ ബി ഒ സി കണ്ടുപിടിക്കാം. ഒന്നുമില്ല, ആംഗിൾ ബി ഒ സി ഈക്വൽ ടു ഡയറക്റ്റ് ഇക്വേഷൻ ആണ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ എ ബൈ 2. ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ആംഗിൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിളിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുക, 90 കൊണ്ട് ആഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ ഇതിന്റെ. അപ്പൊ എന്താ 90 പ്ലസ് 70 by 2 എന്താ 90 പ്ലസ് 35 എന്ത് കിട്ടും 125 ഡിഗ്രി. ആൻസർ കിടക്കുന്നു 125 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ മാത്രം പഠിച്ചു നോക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ 90 പ്ലസ് ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിൾ ഡിവൈഡഡ് ബൈ 2 അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 125 ഡിഗ്രി. അപ്പം അടുത്ത ദിവസത്തിലേക്ക് പോവാം, സമയം കളയണ്ട. നോക്കി, ടൈം ആൻഡ് വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 50% A is 50% more than B. ഓക്കെ, അപ്പൊ ആദ്യമേ ഇതാ എഫിഷ്യൻസിയുടെ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടൈം ആൻഡ് വർക്കിൽ എന്തൊക്കെയാ വേണ്ടേ? നമ്പർ ഓഫ് ഡേയ്സ്, ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് ഡേയ്സ്. ഒരു ദിവസം കൊണ്ട് ഈ വർക്ക് ഓരോരുത്തർ എത്ര കംപ്ലീറ്റ് ചെയ്യും. പിന്നെ എന്താ എഫിഷ്യൻസി. ഈ രണ്ട് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തു പോവാം. ഓക്കെ, ഇവിടെ ആദ്യം എന്താ എഫിഷ്യൻസി കൊടുത്തിരിക്കുക. A is 50% more than B. 50% എന്ന് പറഞ്ഞാൽ എന്താ 1/2. ഓക്കെ, A is 50% more than B. അതായത് ബി എ 2 യൂണിറ്റ് ആക്കി എടുത്താൽ എ ഇപ്പൊ എന്താ 2 + 1 3 യൂണിറ്റ്, ഇതല്ലേ പറയുന്നത്. അതായത് A by B എന്ന് വെച്ചാൽ എന്താ 3/2. ഇത്രേ ഉള്ളൂ. സോറി, A is 50% more than B എന്നല്ലേ പറയുന്നത്. ഓക്കെ, ബിയുടെ യൂണിറ്റ് 2 എടുത്താൽ ഒന്നുകൂടെ കൂടുതലായിരിക്കും എന്ത് 7 യൂണിറ്റ്. അല്ലെങ്കിൽ നോക്കി, ബി എ ഞാൻ 100% ആക്കി എടുത്താൽ എ എത്രയാ 50% കൂടുതൽ, 150%. ഇത്രണ്ട് കട്ട് ചെയ്താൽ 50 കൊണ്ട് കട്ട് ചെയ്ത് എന്താ 2 3. ഇത് തന്നെയല്ലേ വരുന്നത്. ഇത് തന്നെയല്ലേ ആണല്ലോ ഞാൻ എഴുതിയത്. ക്ലിയർ ആണല്ലോ? ഇത് തന്നെയല്ലേ അവിടെ എഴുതിയത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നും പെർസെന്റേജ് കൊടുക്കാതിരിക്കുക, സമയം പോവും. റേഷ്യോയിൽ തന്നെ മാക്സിമം കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എഫിഷ്യൻസി കിട്ടി. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. A alone can complete a piece of work in 12 days. In how many days A and B together? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും ബിയും ഒരുമിച്ച് ഈ ടുഗദർ കംപ്ലീറ്റ് ദ സെയിം വർക്ക്. ഈ സെയിം വർക്ക് ഇങ്ങനെ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, A 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചിടേ. ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ വർക്ക് എന്താ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി. A 12 ദിവസം എടുക്കും. എയുടെ എഫിഷ്യൻസി എത്രയാ 3. 12 ഇൻറ്റു 3 എത്ര വരും? 12 ഇൻറ്റു 3 എത്രയാ 36. 36 ആണ് എന്ത് ഇവരെടുക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ടോട്ടൽ വർക്ക്. ഈ വർക്ക് ചെയ്യാനാണ് A 12 ദിവസം എടുക്കുന്നത്. ഇനി എന്താ വേണ്ടത്? എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അതായത് ഈ ടോട്ടൽ വർക്കായ 36 ടോട്ടൽ വർക്ക് എത്ര സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമയം എന്ന് വെച്ചാൽ എന്താ, ടൈം എന്ന് വെച്ചാൽ എന്താ, വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. ടോട്ടൽ എഫിഷ്യൻസി എത്രയാ? അതാ കണ്ടുപിടിച്ച് വെച്ചേക്കുക. എയുടെ 3 ബിയുടെ 2. അതായത് എന്താ 3 + 2 അല്ലേ അവരുടെ എഫിഷ്യൻസി. 3 + 2 എത്രയാ 5. 36 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 7 വരെ കംപ്ലീറ്റ് ആയി പോകും. പിന്നെ എന്താ ഒരു ഓക്കെ, 7 വരെ പോകും. പിന്നെന്താ ബാക്കി ഡെസിമൽ ഉള്ളതായിരിക്കും എന്നുള്ള ഉറപ്പല്ലേ. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 7/2 ഡേയ്സ് തന്നെയാണ്. പിന്നെന്താ ഒരു 0.2 ഡേയ്സും കൂടെ വരും. അതായത് 1/5 വരും, 0.2 ഡേയ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വെറുതെ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്നൊന്നും കണ്ടുപിടിക്കരുത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. സമയം വെറുതെ കളയരുത്. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുക. ഇത് മാത്രമായിരിക്കണം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. വേറെ ഒന്നും നമ്മുടെ മാറ്റർ ആവുകയേ ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? എല്ലാവരും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ചെയ്തു പോവാ.
നമ്മുടെ മുമ്പിൽ ആകെ 36 സെക്കൻഡ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ടൈം ഉള്ളത്. 36 സെക്കൻഡ് മാത്രമാണുള്ളത്. ഓക്കെ, 36 സെക്കൻഡ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഒരു ടൈം ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 36 സെക്കൻഡിൽ നിന്ന് എത്ര കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുകയും ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, if x plus y plus z equal to 0, find the value of x square y z plus y square by xz plus z square by xy. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് വാല്യൂസ് പുട്ട് ചെയ്ത് പോവാം. നോക്കി, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 0 കിട്ടുന്ന ഒരു വാല്യൂ ഇടുക. ഈ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കിയിട്ടേ വാല്യൂ ഇടാൻ പറ്റൂ. ഞാൻ എങ്ങനെ, എക്സിന് 1 കൊടുത്തു, വൈക്ക് 1 കൊടുത്തു, ഇസഡിന് അപ്പൊ എന്ത് കൊടുക്കണം, -2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ ആ മെത്തേഡ് പോകുന്നില്ല. അപ്പൊ നിങ്ങളത് ചെയ്തു നോക്കുക. ആ ഒരു ഐഡിയ പോകേണ്ടവർ ചെയ്തു നോക്കുക. ഞാൻ വേറൊരു രീതിയിലാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് നോക്കിയേ, വൈ ഇസഡ്, എക്സ് ഇസഡ്, എക്സ് വൈ, എല്ലാത്തിലും ഓരോ വാല്യൂ കുറവാണല്ലോ. ഇവിടെ എന്താ കുറവ്, എക്സ് ആണോ, അല്ലെങ്കിൽ ഇത് എക്സ് വൈ സെഡ് ആക്കാലോ. ഇവിടെ എന്താ അതിന് കുറവ്, വൈ. ഇപ്പൊ വൈ എക്സ് വൈ സെഡ് ആയനല്ലോ. ഇവിടെ എന്താ കുറവ്, ഇസഡ്. ഇവിടെ എന്താ എക്സ് വൈ സെഡ് ആയനെ. ഈ എക്സ് വൈ സെഡ് ഡിനോമിനേറ്ററിൽ വന്നാൽ എനിക്ക് ഒരുമിച്ച് എന്താ ഡിനോമിനേറ്റർ കിട്ടും. ഒറ്റ ഡിനോമിനേറ്റർ ആകും. എന്താകും, എക്സ് വൈ ഇസഡ് ആകും. അതിന് ഞാൻ എന്ത് ചെയ്യണം, മുകളിൽ താഴെ ഒരു എക്സ് കൊണ്ട്, എക്സും വൈയും ഇസഡും കൊണ്ട് മൾട്ടിപ്ലൈ യാത്രയിലേ ഉള്ളൂ. ഇവിടെ എന്താ വേണ്ടത്, എക്സ് ആണല്ലോ. അപ്പൊ എന്ത്, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്താകും, എക്സ് ക്യൂബ് ആകും. പ്ലസ് ഇവിടെ വൈ അല്ലേ വേണ്ടത്, വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ വൈ എന്താകും, വൈ ക്യൂബ് ആകും. പ്ലസ് ഇവിടെ ഇസഡ് അല്ലേ വേണ്ടത്, ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും, ഇസഡ് ക്യൂബ് ആകും. ഡിവൈഡഡ് ബൈ എന്താ, ഡിനോമിനേറ്റർ സെയിം ആയി, എക്സ് വൈ ഇസഡ്. ഇത്രയേ ഉള്ളൂ. കാര്യം കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കി, ഇനി ഇവിടെ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 0 ആണ്. അപ്പൊ നമുക്കൊരു ഇക്വേഷനിലേക്ക് പോകണം. ഇഫ് എക്സ് പ്ലസ് y plus z equal to 0, then x cube plus y cube plus z cube is equal to 3xy. Okay, ഇത് നിങ്ങൾ മറക്കാതിരിക്കുക, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. x plus y plus z 0 ആണെങ്കിൽ x cube plus y cube plus z cube എന്താവും, 3xy ആവും. അപ്പോൾ ഇവിടെ നോക്കി, x plus y plus z 0 ആണ്, കഴിഞ്ഞു. അപ്പോൾ x cube plus y cube plus z cube എന്താകും, 3xy z ആണ്. 3xy z divided by xy z ക്യാൻസൽ ആയി പോയി. ഇപ്പൊ എന്ത് കിട്ടും ഇവിടെ, 3. ഇത്രയേ ഉള്ളൂ. 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കേട്ടോ, ഒരു പ്രശ്നമില്ല. അതും നല്ല മെത്തേഡ് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ അതിന് ഏത് വഴി, അല്ലെങ്കിൽ ഈ വഴി പോയാൽ ആ വഴി കിട്ടുമോ എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് അത് ചെയ്യുക. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മാത്രമേ വാല്യൂ കൊടുക്കാവൂ എന്ന് മാത്രമേ ഉള്ളൂ. എക്സും വൈക്കും വെച്ചിട്ട് ഞാൻ എന്ത് കൊടുത്തു, 1 ഉം -2 കൊടുത്തു. 1 + 1 എന്ത് കിട്ടും, 2. 2 - 2 എന്താ, 0 തന്നെ കിട്ടി. സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയും കൊടുക്കാം. പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. ഇപ്പൊ ക്ലിയർ ആണല്ലോ ഇത്രയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇനി 60 ലിറ്റർ മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. മിക്സ്ചർ ആൻഡ് ലിഗേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, മിക്സ്ചറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 60 ലിറ്റർ, ടോട്ടൽ 60 ലിറ്റർ ആണ് എന്ത്, ഇവിടെ മിൽക്കിനും വാട്ടറിനും കൂടെ ഉള്ളത്. ഓക്കെ, ഇൻ ദ റേഷ്യോ, ഏത് റേഷ്യോയിലാണ് ഇരിക്കുന്നത്, 2:1 റേഷ്യോയിലാണ് ഇരിക്കുന്നത്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു മേക്ക് ദ റേഷ്യോ 1:2. അതായത് 2:1 റേഷ്യോയിൽ ഇരിക്കുന്ന ആ ഒരു റേഷ്യോ എനിക്ക് എന്താക്കണം, 1:2 എത്തിക്കണം. 1:2 എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് എന്ത് ചെയ്യണം, ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? എന്ത് ആഡ് ചെയ്താണ് 1:2 എത്തിക്കേണ്ടത് ആദ്യം അറിയണം. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. മിൽക്കിനെ ആഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോഴാണ് നമ്മൾ ആൻസർ അവിടെ നോക്കിയേ, 60 ലിറ്റർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പൊ 3 യൂണിറ്റ് അല്ലേ, 2+1 3 യൂണിറ്റ് അല്ലേ ഇത്. ഇപ്പൊ 1 യൂണിറ്റ് എത്രയാ, 60 ഡിവൈഡ് ബൈ 3 20 ലിറ്റർ. ഇവിടെ എന്താ, 20 ലിറ്റർ ആണ് വെള്ളം ഉണ്ടായിരുന്നത്. ഇതെന്താ, 1 യൂണിറ്റ് 20 ആണെങ്കിൽ 2 യൂണിറ്റ് എന്താ, 20 × 2 40 ലിറ്റർ. നോക്കി ഇനി എന്താ മാറിയത്, എങ്ങനെ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ മസ്റ്റ് ബി ആഡഡ് ടു ദ ഈ ഒരു റേഷ്യോയിൽ എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്താൽ എന്ത് 1:2 റേഷ്യോ ഒന്നും ആഡ് ചെയ്യണ്ട. ഇവിടെ വാട്ടർ മാത്രമല്ലേ ആഡ് ആവുന്നുള്ളൂ, വെള്ളം മാത്രമല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ മിൽക്കിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഇല്ല. മിൽക്ക് എന്താ, ഇവിടെയും സെയിം ആണ്, ആദ്യത്തിലും സെയിം ആണ്, ഫൈനലിലും സെയിം ആണ് മിൽക്കിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ 40 ലിറ്റർ ആണെങ്കിൽ എന്താ, ഇവിടെ 40 ലിറ്റർ. ഇത്രയേ ഉള്ളൂ, ആൻസർ കിട്ടി. ഇവിടെ നോക്കി 1 യൂണിറ്റ് 40 ലിറ്റർ ആണ്. അപ്പൊ 2 യൂണിറ്റ് എത്രയാ, 80 ലിറ്റർ അല്ലേ. 1 യൂണിറ്റ് 40 ആണെങ്കിൽ
2 യൂണിറ്റ് എത്രയാ 80 ലിറ്റർ അല്ലേ. ഇവിടെ നോക്കി ആദ്യം 20 ലിറ്റർ ആയിരുന്ന വാട്ടർ ഇപ്പൊ എത്രയായി 80 ആയി. എത്ര കൂടി 60 കൂടി. അപ്പൊ എത്ര ലിറ്റർ വാട്ടർ ആണ് ആഡ് ചെയ്തത് 60 ലിറ്റർ. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ആൻസർ ആണ്. ഇപ്പൊ ഒരുപാടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി സെയിം ഒരു അലിഗേഷൻ നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഒരു മോഡൽ ചെയ്തതാണ്, ഒരെണ്ണം നമുക്ക് ചെയ്യണം. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് എ ഗ്രോസർ മിക്സ് 2 varieties of pulses costing? ഓക്കെ, നമ്മൾ ആ ചെയ്ത മോഡൽ തന്നെയാണ്. അപ്പോൾ വലിയ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല. 15 per kg, ഇവിടെ പെർ കെ ജി ഉണ്ട്. 15 per kg ഉള്ള ഒരു വെറൈറ്റിയെ 20 per kg ഉള്ള ഒരു വെറൈറ്റി ആയിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ മിക്സ് ചെയ്ത് കിട്ടുന്നതിന്റെ വില എത്രയാ 16.5 per kg. അങ്ങനെയാണെങ്കിൽ ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്? ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് എ ഗ്രോസർ മിക്സ്? അത്രേ ഉള്ളൂ. ഓക്കെ, 16.5 മൈനസ് 15 എത്ര വരും ഇവിടെ? 16 മൈനസ് 5 മൈനസ് 50 1.5. ഇനി 16.5 20 മൈനസ് 16.5 എന്ത് വരും? 3.5. അതായത് 15 35 കട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഇത് കിട്ടും 5 × 3 5 × 7. നമ്മുടെ റേഷ്യോ എത്ര? 7:3. ഇതാകുന്നു 7:3. 3:7 കാണും, പക്ഷേ കൺഫ്യൂസ്ഡ് ആവരുത്. 7:3 ആണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ചെയ്ത മോഡലാണ്. എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, റേഷ്യോ ഓഫ് മന്ത്ലി ഇൻകം ഓഫ് 2 കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും, വേറെ ഒന്നും ചിന്തിക്കേണ്ട, വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു വലിയ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഓൾറെഡി ഞാൻ പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ, എന്ത് ചെയ്യണം? ആദ്യം സ്കിപ്പ് ചെയ്യാം, മാർക്ക് ഫോർ ബി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്ത് 25 ക്വസ്റ്റ്യനും കണ്ടിട്ട് ശേഷം, കണ്ടതിന് എളുപ്പമുള്ളത് എല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവൂ. അവിടെ തന്നെ വെച്ചേക്കുക. ക്ലിയർ ആണോ? ഇത്രയും വായിച്ച് ചിലപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കാം ഇത്, പക്ഷെ എന്ത് ചെയ്യാം? വായിച്ച് സമയം കളയാതെ എന്ത് ചെയ്യുക? അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അപ്പുറത്ത് കാണും. നല്ല ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് പിന്നെ ഇതൊന്നും ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ എന്താ, ഓൾറെഡി കുറച്ച് ഒരു 15-16 ക്വസ്റ്റ്യൻ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്. പിന്നെ നിങ്ങളുടെ ആ ഒരു കാംനെസ് നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിൽക്കും. നിങ്ങൾക്ക് പതുക്കെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക? ആ രീതിയിൽ അപ്രോച്ചിനെ നിങ്ങൾ മാറ്റുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എയുടെയും ബിയുടെയും സാലറി, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അത് മാത്രം. എയുടെയും ബിയുടെയും ഒരു കമ്പനിയുടെ സാലറി എന്താ? 5:7 റേഷ്യോയിലാണ് ഉള്ളത്. എ മാനേജസ് ടു സേവ്. എ എത്ര സേവ് ചെയ്തു? ഇൻകം താ ഉണ്ട്. എ എത്ര സേവ് ചെയ്തു? 40%. അയാളുടെ ശമ്പളത്തിന്റെ 40% അദ്ദേഹം സേവ് ചെയ്തു. വേറെ ബി ഹാവ് എ ഹയർ എക്സ്പെൻസ് കൂടുതലാണ്. ഓക്കെ, സ്പെൻഡിന്റെ ആണ് തന്നിരിക്കുന്നത്. അപ്പോഴേ ആലോചിക്കുക നമ്മുടെ ആൻസർ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നെങ്കിൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സേവിങ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ വെക്കുക. ബി എന്ത് സ്പെൻഡ് ചെയ്തു? 65%. അയാളുടെ അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ 65% സ്പെൻഡ് ചെയ്തു, ചിലവാക്കി. വാട്ട് ഈസ് എ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദ സേവിങ്സ്? അതെ, ഞാൻ പറഞ്ഞില്ലേ, സേവിങ്സിന്റെ എയുടെയും ബിയുടെയും സേവിങ്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോ എയുടെ സേവിങ്സ് എത്രയാണ് കിട്ടി? 40%. ഇനി ബിയുടെ സേവിങ്സ് എത്രയാ? 65% സ്പെൻഡ് ചെയ്യും. അപ്പൊ എത്ര സേവ് ചെയ്യും? 35% സേവ് ചെയ്യും അല്ലെ? 35%. ഈ റേഷ്യോ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഒന്നുമില്ല, നേരെ എന്ത് ചെയ്യുക? ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. അപ്പൊ സേവിങ്സ് എന്താ? എയുടെ സേവിങ്സ് എന്താ? 40% ഓഫ് 500. എന്തോരം എപ്പോഴ്? ഓക്കെ, 40 × 500/100 മാറില്ലേ ഇത്? അപ്പൊ 40 × 5 എന്താ? 200. അല്ലെങ്കിൽ 40 × 5 എന്നുള്ളത് അതേ കണക്ക് തന്നെ ഇടുക. നമുക്ക് അവസാനം കൊണ്ടൊന്നും ചെയ്യാൻ കേട്ടോ. 40 × 5 ആണ് എന്ത്? എയുടെ സേവിങ്. ഇനി നോക്കി, ഇവിടെ എന്താ? ഇവിടുത്തെ ബിയുടെ സേവിങ്സ് എത്രയാ? 35% ഓഫ് 700. 35% ഓഫ് 700 എന്ത് കിട്ടും? അപ്പോഴ് ഈ ബൈ 100 വരുമ്പോൾ എന്താവും? 0 പോയി. അപ്പൊ എന്താവും? 35 × 7 ആണെന്ത്? ബിയുടെ സേവിങ്സ്. അപ്പൊ എയുടെയും ബിയുടെയും സേവിങ്സിന്റെ എന്താ റേഷ്യോ വരുന്നത്? നോക്കി, 40 × 5 ആണ് എയുടെ. ബിയുടെ എത്രയാ? 35 × 7 ആണ്. നോക്കി, ഈ 5ഉം 35 കട്ട് ചെയ്ത് 7 ആയി. അപ്പൊ എന്താ? 40/49 ആണ് എയുടെയും ബിയുടെയും സേവിങ്സിന്റെ റേഷ്യോ. 40/49 അല്ലെങ്കിൽ 40:49. ഇത്രയേ ഉള്ളൂ. 40:49. അപ്പൊ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോഴും ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം. The ratio of monthly income അവിടെ വരെ വായിക്കാം. ഓഫ് 2 കോർപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ്, അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു കമ്പനിയിലെ 2 സ്റ്റാഫിന് ഇൻകത്തിന്റെ റേഷ്യോ 5:7. ആദ്യത്തെ എ എന്ത് സേവ് ചെയ്യും? ആദ്യത്തെ ആള് എന്ത് സേവ് ചെയ്യും? 40%. ഇൻകത്തിന്റെ ശമ്പളത്തിന്റെ 40% സേവ് ചെയ്യും. ബി എന്ത് ചെയ്യും? 65% സ്പെൻഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ലാസ്റ്റിലേക്ക് വരിക. ഏതിന്റെ റേഷ്യോ കിട്ടണ്ടേ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സേവിങ്സിന്റെ ആണ്. അപ്പൊ എന്ത് ചെയ്യുക?
ചിലവാക്കുന്ന 65% ആണെങ്കിൽ സേവ് ചെയ്യുന്ന എത്രയാ? 35%. ബാക്കി 35%. അപ്പൊ എന്താ? A 40% സേവ് ചെയ്യും, B 35% സേവ് ചെയ്യും. A 40%, B 35% സേവ് ചെയ്താൽ അവരുടെ എന്താ സേവിങ്സിന്റെ റേഷ്യോ എത്രയാണ്? ഇത്രയും പറഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യണം. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇതല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അടുത്തൊരു മെത്തേഡും ചെയ്യാം. ഇതിപ്പം ക്ലിയർ ആണല്ലോ? നമുക്ക് ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നോക്കി, ഇനി ഒരു മെത്തേഡ് കൂടെ പറയാം. ഇവിടെ 500 അല്ല, 5:7 തന്നെ ആയിരിക്കട്ടെ. നോക്കി, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. സേവിങ്സ് എത്രയാ? സേവിങ്സ് എത്രയാ? അത് 40% അപ്പൊ 40 × 5 ബൈ ടോട്ടൽ എത്രയാ? ഇൻകത്തിന്റെ 12 ഈസ് ഇവിടെ 35% സേവിങ്സ്. 35 × 7/12 കഴിഞ്ഞു. ഇത്രയും ചെയ്താൽ മതി, ആൻസർ കഴിഞ്ഞു. അപ്പൊ സേവിങ്സ് എന്ത് വരും? സേവിങ്സ് എന്ത് വരും? 40 × 5/12 ഡിവൈഡഡ് ബൈ അല്ലേ? ഡിവൈഡഡ് ബൈ 35 × 7/12 ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെയാണല്ലോ വരുന്നത്. നോക്കി, അപ്പൊ എന്തുകൂടെ സംഭവിക്കുന്നത്? 40 × 5 ഡിവൈഡഡ് ബൈ 12 × 12/35 × 7. ഡയറക്റ്റ് ആയിട്ട് ആൻസർ ആവും. 12 ക്യാൻസൽ ആയി പോയി. നമുക്ക് അവിടെ കിട്ടിയവർ തന്നെ 5ഉം 35 പോയി 7 കിട്ടി. 40/7 × 7 40/49. ഇങ്ങനെയും ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. വേറെ 500 ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഏതാ മെത്തേഡ് എന്ന് വെച്ചാൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു അഡ്വാൻസിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. A = 997, B എന്ന് പറഞ്ഞാൽ 998, C എന്ന് പറഞ്ഞാൽ 999. അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് ദി എക്സാക്ട് വാല്യൂ ഓഫ് A³ + B³ + A³ - 3ABC. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ ഇതിൽ വേറെ ഒന്നും ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ മാത്രം നോക്കുക. A എന്ന് പറയുന്നത് എത്രയാ? 997. B എന്ന് പറഞ്ഞാൽ 1 കൂടി 998. C എന്ന് പറഞ്ഞാൽ 1 കൂടി 999. ഇതൊരു AP-ലല്ലേ? ഇതൊരു സീരീസ് ഓഫ് നമ്പേഴ്സ് അല്ലേ? ഇങ്ങനെ AP-യിലാണ്, അരിത്തമാറ്റിക് പ്രോഗ്രഷനിലാണ് നമ്മുടെ നമ്പേഴ്സ് എങ്കിൽ ഈ ഒരു ഇക്വേഷൻ വഴി, വേറെ ഒരു ഇക്വേഷൻ വേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഇടാം. 9 × മിഡിൽ ടേം ഇൻറ്റു കോമൺ ഡിഫറൻസിന്റെ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. 9 × മിഡിൽ ടേം ഇൻറ്റു കോമൺ ഡിഫറൻസിന്റെ സ്ക്വയർ. 9 × മിഡിൽ ടേം എന്താ? 997 ഉണ്ട്, 98 ഉണ്ട്, 99. 998 അല്ലേ മിഡിൽ ടേം? ഇവിടെ നടുക്ക് കിടക്കുന്നത് 998 × കോമൺ ഡിഫറൻസ്. ഇവിടെ നമ്മുടെ ഡിഫറൻസ് എന്താ? 1 കൂടി, ഇവിടെ നിന്നും 1 കൂടി. ഇപ്പൊ ഡിഫറൻസ് എന്താ? ഇവർ തമ്മിലുള്ള 1 ആണ്. × 1² കഴിഞ്ഞു. ആൻസർ ആയി. 9 × 998 × 1 അല്ലേ? 9 × 8 യൂണിറ്റ് എത്ര വരും? 9 × 8 യൂണിറ്റ് എത്ര? 2. ഇനി 1 നോക്കേണ്ട കാര്യമില്ലല്ലോ. 2ൽ അവസാനിക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. 8982. എത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പെട്ടെന്ന് എഴുതുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഈ യൂണിറ്റിനൊക്കെ കാര്യങ്ങൾ മറന്നു പോകരുത്. ഓർത്തിരുന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഇതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. നോക്കി, അടുത്തൊരു പെർസെന്റേജിന്റെ നല്ല ക്വസ്റ്റ്യൻ ആണ്. പെർസെന്റേജ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് 6000. If the number of males increased by 5% and the number of female increased by 9%, അപ്പോൾ ഈ ഒരു ടൗണിൽ ആരൊക്കെയുള്ള ഫീമെയിലും മെയിൽസിന്റെയും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ടോട്ടൽ എത്രയാണ്? 6000 ആണ് ആദ്യം. പിന്നെ എന്താ സംഭവിച്ചത്? അവിടെ മെയില് 5% കൂടി, ഫീമെയിൽസ് 9% കൂടി. അങ്ങനെയാണെങ്കിൽ പുതിയ പോപ്പുലേഷൻ എത്രയാണ്? എത്രയായി? 6400 ആയി. ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു ഇൻക്രീസ് 5% മെയിൽസും 9% ഫീമെയിൽസും ഇൻക്രീസ് ആയപ്പോൾ ഇങ്ങനെ എന്തായി? 6000 എന്നുള്ള പോപ്പുലേഷൻ 6400 ആയി. അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് മെയിൽസ് ഇൻ ദ ടൗൺ ഒറിജിനലി. അങ്ങനെയാണെങ്കിൽ എത്ര പുരുഷന്മാരായിരുന്നു ആദ്യം ഒറിജിനലി ഇവിടെ ഉണ്ടായിരുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എത്രയാണ് ഇവിടെ കൂടുന്നത്? 400 ആണ് ഇവിടെ കൂടുന്നത്. ക്ലിയർ ആണല്ലോ? 400 ആണ് കൂടുന്നത്. ഓക്കെ, 400 കൂടാൻ കാരണം ആരാ?
5% പുരുഷന്മാരുടെയും 9% സ്ത്രീകളുടെയും പോപ്പുലേഷൻ വന്ന മാറ്റമല്ലേ, ഇൻക്രീസ് അല്ലേ? ഓക്കെ, നോക്കിയിട്ടേ മൊത്തത്തിൽ 5% മെയിൽസും 9% ഫീമെയിൽസും ഇൻക്രീസ് ആവുന്നുണ്ട്. ടോട്ടൽ ഓവറോൾ എത്ര പെർസെന്റേജ് കൂടുന്നുണ്ട്? 2 പേർക്കും കൂടി 5% കൂടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അത് ഓവറോൾ കൂടുന്നതാണ് 5%. 6000-ന് 5% എത്രയാണ്? 6000-ന്റെ 10%. നോക്കി, ഏതൊരു നമ്പറിന്റെയും 10% എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 0 ക്യാൻസൽ ചെയ്യുക, 600. ഓരോ ഏത് നമ്പറിന്റെയും 1% എന്ന് വെച്ചാൽ എന്താ? 2 0 കട്ട് ചെയ്യുക, എന്താ? 60. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ 10% 300 ആണെങ്കിൽ 5% എന്താ? ഇതിന്റെ പകുതി. സോറി, 10% 600 ആണ് എങ്കിൽ 5% എത്രയാ? പകുതി, 300. അപ്പൊ ഓവറോൾ എത്ര കൂടുന്നുണ്ട്? 300 കൂടുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ മെയിൽസ് എന്താ? ഈ 5% അതിൽ പോയി. ഫീമെയിൽസിന്റെ 5% ഈ 300-ൽ പോയി. പിന്നെ ബാക്കി എത്രയാ ഉള്ളേ? നോക്കിയേ, ബാക്കി ഒരു 100 കൂടെ അവിടെ ലെഫ്റ്റ് അല്ലേ? ഈ 100 ആരാ ഇൻക്രീസ് ചെയ്യുന്നത്? ആ ഫീമെയിൽസിന്റെ ബാക്കിയുള്ള 4% ആണ് ഈ 100. ക്ലിയർ ആണോ? ഓവറോൾ 5% മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും അങ്ങ് പോയി. ബാക്കിയുള്ള എന്ത് കൂട്ടുന്നുണ്ടോ അതാരാ? ഫീമെയിൽസിന്റെ 4% ആണ്. എത്ര കൂടി? 100 കൂടി. അപ്പോ ഫീമെയിൽസിന്റെ 4% എന്ന് വെച്ചാൽ എന്താ? സ്ത്രീകളുടെ 4%, പോപ്പുലേഷന്റെ 4% എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ 1% എത്രയാണ്? ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ പോരെ? രണ്ടത്തും ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ പോരെ? എത്രയാ? 25. അങ്ങനെയാണെങ്കിൽ ഫീമെയിലിന്റെ ടോട്ടൽ പോപ്പുലേഷൻ 100% അല്ലേ? 100% എത്രയാ? 2500. നമ്മുടെ ആൻസർ ആയോ? ഇല്ല. നമുക്ക് മെയിൽസിന്റെ ആണ് വേണ്ടത്. ഫീമെയിൽ 2500 ആണ്. നമ്മുടെ ടോട്ടൽ എത്രയാ? 6000 ആയിരുന്നു. 6000 മൈനസ് 2500 അല്ലേ മെയിലിന്റെ പോപ്പുലേഷൻ? എത്ര വരും? 3500. മെയിലിന്റെ പോപ്പുലേഷൻ എത്രയാ? 3500. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത് സ്പ്ലിറ്റിംഗ്, പെർസെന്റേജ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ മെത്തേഡിൽ ഒരുപാട് പോപ്പുലേഷൻ മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി തന്നെ വെക്കുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാൻ ടൈമായി. നമുക്കിനി ഒരുപാട് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് എൻഡ് ചെയ്യാം. നമ്മുടെ SSC CGLന്റെ ഒരു റിവിഷൻ സീരീസ് പോലെയുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അഡ്വാൻസ് മാത്സിന്റെയും അരിത്മാറ്റിക്കിന്റെയും GK-യുടെയും സ്റ്റാറ്റിക്കിന്റെയും കമ്പ്യൂട്ടറിന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെ റിവിഷൻ സെഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്, നമ്മുടെ ഈ റീസണിങ്ങിന്റെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു സെഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 4500 ആണ്. ഇനി അധികം സമയമില്ല. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 1.5-2 മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള. ഒരു 45 മുതൽ ഒരു 50-55 ദിവസം വരെ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ആ ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഒരു റിവിഷൻ ആയിട്ട് തന്നെ ഇതിനെ കാണുക. ഈ ഒരു നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വലുതാണെന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ ഒരു മാറ്റം വന്നൊരു സമയമാണ്. പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമാണ്. ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമാണ്. കട്ട് ഓഫ് അധികം കൂടിയാൽ തന്നെ ഒരുപാട് പേരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഇത് പഠിച്ചിട്ട് അടുത്ത വട്ടം സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു സിസ്റ്റത്തിനെ മറ്റു പലരും മനസ്സിലാക്കുകയും ചെയ്യും. അടുത്ത വർഷം കോമ്പറ്റീഷൻ കൂടുകയും ചെയ്യും. അതായത് ബാങ്കിന്റെ ഒരു പാറ്റേൺ ബാങ്കുകാർക്ക് ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വലിയ പാടില്ല. ബാങ്കിലെ കുട്ടികൾക്ക്, ആസ്പിറൻസിന് വലിയ പാടില്ല. ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി അവർക്ക് ആ ഒരു ഈസി ആയി. അപ്പോൾ ഈ ഇപ്പോഴുള്ള അവസരം മാക്സിമം നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു കോഴ്സ് ആണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മുതലെടുക്കാം. പർച്ചേസ് ചെയ്യേണ്ട താല്പര്യമുള്ള എല്ലാവരും ഈ കോഴ്സസ് പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ക്ലാസിന്റെ സെഷന്റെ PDF നമ്മുടെ ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ റിട്ടേൺ ആയിട്ടുള്ള ഈ ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതും കൂടെ ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലോണം പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.